ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യപരമായിട്ടുള്ള ഒരു അധികാരം ഒരു ആവശ്യമാണ്. അപ്പോൾ കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഭാവി എങ്ങനെയാണ്? കേരളം തീർച്ചയായിട്ടും BJPക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം കേരളത്തിൽ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഉത്തരത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, കേരളത്തിലെ BJP അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ്. ഇപ്പോൾ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഒരു മോശമായിപ്പോയി, ഉണ്ടായിരുന്ന വോട്ടിൽ നിന്ന് താഴേക്കാണ് പോയത്. കഴിഞ്ഞ തവണ ശ്രീധരൻ സാർ ചേലക്കരയിൽ കൂടിയല്ലോ, ചേലക്കരയിൽ 10,000 വോട്ട് കൂടി. മറ്റ് വയനാട് മണ്ഡലത്തിലാണെങ്കിലും നല്ല പെർഫോമൻസാണ് നടത്തിയത്. കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 1,42,000 വോട്ട് കിട്ടി, അത് ശരിയാണ്. പക്ഷേ അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളപ്പള്ളി മത്സരിച്ചപ്പോൾ 78,000 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നവ്യ ഇത്തവണ മത്സരിച്ചപ്പോൾ 1,10,000 വോട്ട് കിട്ടി. BJPയുടെ ശരിക്കുള്ള അവിടുത്തെ നമ്പറിനേക്കാൾ വലിയ സംഖ്യയാണ് കിട്ടിയത്. പാലക്കാട് ചെറിയ വോട്ടുകളുടെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. 43,000 വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ 39,500 ഏതാണ്ട് 3,500 വോട്ടുകൾ കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് പാലക്കാടുള്ള ആഭ്യന്തരമായിട്ടുള്ള കാരണങ്ങൾ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പൊതുവിൽ കേരളത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ BJPക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. 20% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. 38 ലക്ഷം വോട്ട് ഉണ്ടായിരുന്നു. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്നു. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് വിജയിച്ചിരുന്നു. അപ്പോൾ വലിയൊരു അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷമുണ്ട്. ഇതൊരു മാറ്റത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ കേരളത്തിലെ BJPയുടെ ഗ്രാഫ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും BJPയുടെ വോട്ട് ഷെയറിൽ 3 മുതൽ 4% വരെയുള്ള വളർച്ച ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിലെ സമൂഹം 2 മുന്നണികളെയും അങ്ങനെ മടുത്തിരിക്കുന്നൊരു സമൂഹമാണ്. ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവായിട്ട് തങ്ങളെ പ്ലേസ് ചെയ്യാൻ BJPക്ക് സാധിച്ചാൽ, ജനകീയ വിഷയങ്ങൾ കുറേ കൂടി ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾ BJP പ്രതികരിക്കണം, അല്ലെങ്കിൽ BJP മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങളിലെല്ലാം വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന പോലെ, ഇപ്പോൾ മുനമ്പം വിഷയം BJP ആണല്ലോ ഏറ്റെടുത്തിട്ട് അവിടെ ആ വിഷയത്തെ ലീഡ് ചെയ്യുന്നത് BJP ആണ്. അതേപോലെ തന്നെ മറ്റ് ജനകീയ വിഷയങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കർഷകരുടെ പ്രശ്നം, കേരളത്തിലിപ്പോൾ ഇടതുപക്ഷ സർക്കാർ 10 കൊല്ലമായിട്ട് ഭരണത്തിലിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന ആൾക്കാർ കേരളത്തിലെ കർഷകരാണ്. ആ കർഷകരുടെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് അവർ ഇപ്പോൾ പാലക്കാട് എന്താ പറയുക, കർഷക സമിതി മാർച്ച് നടത്തിയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത കെ സുരേന്ദ്രനായിരുന്നു. അപ്പോൾ അങ്ങനെ കർഷക പ്രശ്നങ്ങൾ BJP ഏറ്റെടുക്കുന്നുണ്ട്. നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമരരംഗത്ത് ഏറ്റവും സജീവമായി നിന്നുള്ളത് BJP ആണ്. അപ്പോൾ BJPയുടെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ട് BJP ഒരു ചില പ്രത്യേക വിഷയങ്ങളിൽ മാത്രം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, പൊതുസമൂഹത്തിൻ്റെ വിഷയങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാതെ ഒരു റിലീജിയസ് ആംഗിളിലുള്ള മതപരമായിട്ടുള്ള വിഷയങ്ങൾ മാത്രം അഡ്രസ്സ് ചെയ്യുന്നൊരു പാർട്ടിയായിരുന്നു എന്നുള്ള കാഴ്ചപ്പാട് മാറ്റിമറിച്ചുകൊണ്ട് BJP വളരെ സോഷ്യലായിട്ടുള്ള പൊതുജനങ്ങളെ ബാധിക്കുന്ന സാമൂഹിക വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു അന്തരീക്ഷമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഇടതുമുന്നണിയെയും വലതുമുന്നണിയെയും മാറി മാറി പരീക്ഷിച്ച് മടുത്തുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ക്രെഡിബിൾ തേർഡ് ഓൾട്ടർനേറ്റീവായിട്ട് നിൽക്കുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഓരോ തവണയും BJPയിലേക്ക് വരാൻ തയ്യാറാവുന്നുണ്ട്. എന്നാലും കേരളത്തിൻ്റെ ഒരു പരമ്പരാഗത വോട്ടിംഗ് ശീലം, കേരളത്തിൻ്റെ ഒരു വോട്ടിംഗ് ശൈലി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വോട്ടിങ്ങാണ്. പോസിറ്റീവ് വോട്ടുകൾ ആരെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പൊതുവെ മലയാളി വോട്ട് ചെയ്യുക, ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ ഓരോ 5 വർഷം കൂടുമ്പോൾ സർക്കാർ മാറിയിരുന്നത്. അതായത് 5 കൊല്ലം ഇടതുപക്ഷം ഭരിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ അത്രയും അടുത്തിട്ടുണ്ടാവും, വെറുത്തിട്ടുണ്ടാവും. ഇവരെങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിലെ പ്രയോറിറ്റി. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്താലാണ് ഇടതുപക്ഷം തോക്കാൻ സാധ്യത? വലതുപക്ഷത്തിന് വോട്ട് ചെയ്താലാണ്, UDFന് കൊടുത്താലാണ് ഇവർ തോൽക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു മൂന്നാമത്തെ പാർട്ടി വോട്ട് ചെയ്യാൻ ആൾക്കാർ ധൈര്യപ്പെടില്ല. കാരണം ആൻറ്റി ഇൻക്യൂബൻസി വോട്ട് 2ആയിട്ട് സ്പ്ലിറ്റായിട്ട് പോയാൽ ഇവർ തന്നെ ജയിച്ചാലോ എന്നുള്ളൊരു ആശങ്ക എടുത്തുകൊണ്ട് നാച്ചുറൽ ബെനിഫിഷ്യറി ആരാവും? എപ്പോഴും സെക്കൻഡ് ഓൾട്ടർനേറ്റീവായിട്ട് നിൽക്കുന്ന പാർട്ടിയാവും. പിന്നെ 5 കൊല്ലം നമ്മൾ ഈ UDFനെ സഹിക്കും. 5 വർഷം കൊണ്ട് UDFന് അത്രയും അടുത്തിട്ടുണ്ടാവും, അത്രയും വെറുത്തിട്ടുണ്ടാവും. 5 വർഷം കഴിയുമ്പോഴുള്ള പ്രശ്നം എന്താ? എങ്ങനെയെങ്കിലും UDFനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മുമ്പുണ്ടായിരുന്ന എന്ത് വോട്ട്, ഇനി വരാൻ പോകുന്ന എന്ത് വോട്ട്, ഇപ്പോൾ ഇവരെ തോൽപ്പിക്കുക, ഇവരെ കൂട്ടുള്ള തലവേദന തീർക്കുക എന്നുള്ളൊരു പ്രയോറിറ്റിയിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി ആർക്ക് വോട്ട് ചെയ്താലാണ് സാധ്യത എന്ന് വെച്ചിട്ട് LDFന് തന്നെ വോട്ട് ചെയ്യണം. ഇങ്ങനെ വറ ചെട്ടിക്കും തീക്കും ഇടയിൽ കിടന്ന് ഇങ്ങനെ ഷട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടത്തുകാലിലെ മന്ത് വലത്തുകാലിലേക്ക്, വലത്തുകാലിലെ മന്ത് ഇടത്തുകാലിലേക്ക്. ഈ തോൽപ്പിക്കുക എന്നുള്ളത് പ്രയോറിറ്റി ആയതുകൊണ്ടാണ് മൂന്നാമതൊരാളെ ചിന്തിക്കാനുള്ള ഒരു ലക്ഷറി അവിടെ മലയാളിക്ക് ഇല്ലാണ്ട പോകുന്നത്. പക്ഷേ ഈ BJP ജയിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് ഫീലിംഗ് വന്നാൽ, ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്താൽ BJP ജയിക്കും, BJPക്ക് ഒരു ഓൾട്ടർനേറ്റീവ് വരാൻ കഴിയുമെന്നൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ മലയാളികൾ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. തൃശ്ശൂർ നമ്മൾ കണ്ടു, പാലക്കാട് ഇപ്പോൾ ശ്രീധരൻ സാർ മത്സരിച്ചപ്പോൾ 50,000 വോട്ട് വന്നത് നമ്മൾ കണ്ടു. 11 നിയമസഭാ മണ്ഡലങ്ങൾ നമ്മളത് കണ്ടു കഴിഞ്ഞു. ആലപ്പുഴയിൽ, അല്ലെങ്കിൽ ആറ്റിങ്ങലിൽ, അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒക്കെ വലിയ വോട്ട് ശതമാനം BJP നേടി നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആളുകൾ പണ്ടത്തെ ഒരു ഫീലിംഗ്, BJPക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, BJP ജയിക്കില്ല, എന്തിനാ വെറുതെ ഒരു വോട്ട് വേസ്റ്റ് ചെയ്യുന്നു. അതിവിടെ ഈ ജയപരാജയം നിശ്ചയിക്കുന്നതിൽ ഓരോ വോട്ടിനും പ്രാധാന്യമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല.
BJPയും ജയിക്കാവുന്ന ഒരു പാർട്ടിയാണെന്നൊരു ഫീലിംഗ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20ഓളം മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ ജയസാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ ഒരു വളരെ നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് BJP മാറും. 20% മുകളിലേക്ക് ഒരു പാർട്ടിക്ക് വോട്ട് വന്നു കഴിഞ്ഞാൽ ആ പാർട്ടി ആ സ്റ്റേറ്റിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു സംഘടനയായി കഴിഞ്ഞു എന്നുള്ളതാണ് പൊതുവെ ഇലക്ഷൻ സെഫോളജിയിൽ പറയുക. 5% റൈസ് വന്നു കഴിഞ്ഞാൽ ബംപ് എന്നാ പറയുക. ബംപ് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ബംപ് സൃഷ്ടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പറ്റും. അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, പക്ഷെ അവർക്ക് ആര് ഭരിക്കണം ആര് ഭരിക്കരുത് എന്ന് നിശ്ചയിക്കാൻ തക്കവണ്ണമുള്ള ശേഷിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കേരള പൊളിറ്റിക്സിലൊരു കിങ് മേക്കർ ആവാനും കേരള പൊളിറ്റിക്സിൻ്റെ ഗതിയെ നിയന്ത്രിക്കാനും ഒക്കെ ശേഷിയുള്ളൊരു സംവിധാനമായിട്ട് 2026 തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ BJP മാറും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ വളർച്ച സ്റ്റഡിയാണ്. അത് BJP കേരളം ഭരിക്കുന്നൊരു അന്തരീക്ഷം ഇപ്പോൾ ആയിട്ടില്ല, പക്ഷെ അതും വരുന്നുണ്ട്. കേരളം അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ വൈകിയല്ലാതെ BJP അല്ലാതെ ഒരു ആശ്രയമില്ല എന്ന് ആരാണോ അത് തിരിച്ചറിയേണ്ടത് ആ സമൂഹം വളരെ വൈകിയല്ലാതെ തിരിച്ചറിയും. കാരണം ബാക്കിയുള്ള 2 കൂട്ടരും നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവരൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ താല്പര്യങ്ങളെ മാത്രമേ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആരെങ്കിലും കൂടെ നിന്നാലല്ലാതെ നമ്മൾക്ക് അതിജീവനം സാധ്യമല്ല, എക്സിസ്റ്റൻസ് സാധ്യമല്ല എന്നും ഒരു വലിയ വിഭാഗം ഇനിയും തിരിച്ചറിയാനുണ്ട്. ആ വിഭാഗം വളരെ പതുക്കെ അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കൂടുതൽ ആളുകൾ അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സമയം കൂടി എടുക്കുമായിരിക്കും ഒരുപക്ഷെ മുഴുവൻ ആളുകളിലേക്ക് ആ ബോധ്യത്താൻ. പക്ഷേ നമ്മൾ അവിടെ എത്തുക തന്നെ ചെയ്യും. അന്ന് BJP ഒരുപക്ഷെ എന്താ പറയുക ഒരു 10 വർഷത്തിനുള്ളിൽ BJP കേരളം ഭരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാവും.